Hello, in this section we are discussing about the soil characteristics. First of all, we are discussing about certain process related to soil. First, the translocation. When water moves downward into soil, it causes mechanical and chemical translocation of material. വെള്ളം മണ്ണിന്റെ മുകളിൽ കൂടെ ഒഴുകുന്ന സമയത്ത് മണ്ണിന്റെ ഫിസിക്കൽ കോമ്പോസിഷനും അതുപോലെ തന്നെ കെമിക്കൽ കോമ്പോസിഷന്റെയും ഒരു മാറ്റം സംഭവിക്കാറുണ്ട്. അതിനകത്തുള്ള മെറ്റീരിയലിന് ലൊക്കേഷണൽ മാറ്റം സംഭവിക്കാറുണ്ട്. അതിനെയാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് വിളിക്കാറ്. Then leaching, the complete chemical removal of substances from the soil profile is known as leaching. Leached substances often end up in the groundwater zone and then travel by groundwater flow into water bodies like rivers, lakes and oceans. ഒരു സോയിൽ അടങ്ങിയിട്ടുള്ള മിനറൽസ് അല്ലെങ്കിൽ കെമിക്കൽസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിമൂവലിനെയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ലീച്ചിങ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് വാട്ടറിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഒരു പ്രധാനമായിട്ടും സ്ലോപ്പിന് മുകളിൽ ഒരു സോയിൽ സർഫസ് കാണപ്പെടുന്നെങ്കിൽ അതിന് മുകളിൽ കൂടെ വെള്ളം ഒഴുകുകയും അതിലുള്ള മിനറൽസും കെമിക്കൽസും ഒക്കെ മുഴുവനായിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഈ ലീച്ച്ഡ് സബ്സ്റ്റൻസ് അവസാനം എത്തുന്നത് ഗ്രൗണ്ട് വാട്ടർ സോണിലാണ്. പിന്നെ ഈ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോയിൽ കൂടെ ഈ ലീച്ച്ഡ് സബ്സ്റ്റൻസസ് റിവേഴ്സിലും ലേക്സിലും ഓഷ്യൻസിലും ഒക്കെ എത്തിച്ചേരുന്നു. എലിവേഷൻ. It refers to the movement of fine mineral particles or dissolved substances out of an upper layer in soil profile. ഒരു സോയിൽ പ്രൊഫൈലെ ഏറ്റവും മുകളിൽ കാണുന്ന അപ്പർ ലെയറിൽ നിന്നും ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസസും ഏറ്റവും ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസും മൂവ് ചെയ്യുന്നതിനെയാണ് എലിവേഷൻ എന്ന് പറയുന്നത്. Then elevation, the deposition of fine materials or dissolved materials in a lower soil layer is called elevation. Elevation എന്ന പ്രോസസ്സ് കാരണം മൂവ് ചെയ്യുന്ന ഫൈൻ മെറ്റീരിയൽസും ഡിസോൾഡ് സബ്സ്റ്റൻസസും സോയിലിന്റെ ലോവർ ലെയറിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇലുവേഷൻ എന്ന് പറയുന്നത്. അതിനെ മൂവ് ചെയ്യുന്നതിനെ എലിവേഷൻ എന്നും ഡിപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ ഇലുവേഷൻ എന്നും പറയുന്നു. Then soil profile, a vertical section of soil in which all the soil horizons are shown is known as soil profile. Soil profile extends from the surface to the deepest extent of plant roots or to where regolith or bedrock is encountered. Soil profile. സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു സോയിലിൻ്റെ വെർട്ടിക്കൽ സെക്ഷനാണ്. ആ വെർട്ടിക്കൽ സെക്ഷനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് സോയിൽ ഹൊറിസോൺസ് കാണാൻ സാധിക്കും. ഫിഗറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇതൊരു സോയിൽ ഹൊറിസോണാണ്, ഇതൊരു ഹൊറിസോണാണ്, ഇതൊരു ഹൊറിസോണാണ്, ഇതൊരു ഹൊറിസോണാണ്. അപ്പോൾ ഒരു വെർട്ടിക്കൽ സെക്ഷൻ എടുക്കുമ്പോൾ അതിൽ നമുക്ക് ഡിഫറെൻറ്റ് ഹൊറിസോൺസ് കാണാൻ സാധിക്കുന്ന ആ സോയിലിൻ്റെ ഒരു വെർട്ടിക്കൽ സെക്ഷനെയാണ് സോയിൽ പ്രൊഫൈൽ എന്ന് വിളിക്കുന്നത്. ഇനി ഈ സോയിൽ പ്രൊഫൈലിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പ്ലാന്റ് റൂട്ട്സ് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്ലാന്റ് റൂട്ട്സ് മുതൽ ഏറ്റവും താഴെ റെഗോലിത്തോ അല്ലെങ്കിൽ ബെഡ്റോക്കോ, ഒരു പാരൻ മെറ്റീരിയൽ നിന്ന് ആയിരിക്കുമല്ലോ ഈ സോയിൽ ഫോം ചെയ്ത്, ആ ഒരു ബെഡ്റോക്ക് കാണുന്ന വരെയുള്ള ഭാഗത്തിനെയാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. Soil horizon, a layer of soil which lies more or less parallel to the surface and has fairly distinctive soil properties is known as horizon. നേരത്തെ കാണിച്ചതാണ് സോയിൽ പ്രൊഫൈൽ. അത് ഓരോ പല ഹൊറിസോൺസ് ചേരുന്ന ഒരു ലെയറിനെയാണ് നമ്മൾ സോയിൽ പ്രൊഫൈൽ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ഓരോ ലെയറിനെയും വിളിക്കുന്നതാണ് സോയിൽ ഹൊറിസോൺ എന്ന് പറയുന്നത്. ഒരു ലെയറിൽ നിന്നും മറ്റൊരു ലെയറിനെ ഡിസ്റ്റിങ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് കാണും. ഒരു ലെയറിന് പാരലലായിട്ടായിരിക്കും മറ്റൊരു ലെയർ കാണപ്പെടുന്നത്. അത്തരത്തിൽ കാണപ്പെടുന്ന ഓരോ ലെയറിനെയും വിളിക്കുന്ന പേരാണ് സോയിൽ ഹൊറിസോൺ. ഒരു ഫിഗറിൽ കാണാൻ സാധിക്കും പല സോയിൽ ഹൊറിസോൺസ് ഇവിടെയുണ്ട്. ഒരു സി ഹൊറിസോൺ കാണിച്ചിട്ടുണ്ട്, ബി ഹൊറിസോൺ കാണിച്ചിട്ടുണ്ട്, എ ഹൊറിസോൺ കാണിച്ചിട്ടുണ്ട്, ആ ഹൊറിസോൺ കാണിച്ചിട്ടുണ്ട്. The boundary between the horizons usually is visible in field using properties of color, texture, structure, consistent porosity, moisture and chemical processes. ഈ ഓരോ ഹൊറിസോണിൻ്റെയും ഓരോ ലെയറിനെ നമുക്ക് പരസ്പരം ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് അറിയാൻ സാധിക്കുന്നത് ഒന്നേ അതിൻ്റെ കളർ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പോറോസിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ പ്രോസസ്സ് വഴിയായിരിക്കാം. Soil horizons are developed by the interactions through time of climate, living organism and configuration of land surface. Soil horizons
ഓരോ ലെയർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തതിന് കാരണം ആ സമയത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സോയിൽ ഇൻട്രാക്ട് ചെയ്തിരിക്കുന്ന ലിവിങ് ഓർഗാനിസംസിൻ്റെ ഫങ്ഷൻസും ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ആ കാണുന്ന പ്രതലത്തിൻ്റെ കോൺഫിഗറേഷൻ, ടോപ്പോഗ്രഫി എങ്ങനെയാണ്, സ്ലോപ്പ് ഉണ്ട്, സ്ലോപ്പ് ഇല്ലേ, അല്ലെങ്കിൽ ഉയർന്നതും പൊങ്ങിയതുമായിട്ടുള്ള പ്രദേശമാണോ എന്നതൊക്കെ വച്ചിട്ടായിരിക്കാം ഒരു സോയിൽ ഹൊറിസോൺ ഡെവലപ്പ് ചെയ്യുന്നത്. സോയിൽ ഹൊറിസോണെ അതിൻ്റെ കളർ വെച്ച് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും. ഈ സോയിൽ ഹൊറിസോൺ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണുള്ളത്: ഓർഗാനിക് ഹൊറിസോൺ ആൻഡ് മിനറൽ ഹൊറിസോൺ. Organic horizons, they are designated by the capital letter O. They overlie the mineral horizons. They are formed from the accumulation of organic matter derived from the plants and animals. Soil horizon recognize two possible layers, OI horizon and OA horizon. OI horizon, it contains decomposing organic matter that is recognizable as leaves or twigs. And in OA horizon, it cannot be viewed by eye and the material is humus. Organic horizon, സോയിലിൽ തന്നെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ലെയറാണ് ഓർഗാനിക് ഹൊറിസോൺ. ഇത് സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് ലെറ്റർ O വഴിയാണ്. മിനറൽ ഹൊറിസോൺ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ലെയറാണ് ഓർഗാനിക് ഹൊറിസോൺ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഡെഡ് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ ഡീകമ്പോസിഷൻസ് വഴിയാണ്. ഈ O ഹൊറിസോണെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: OI ഹൊറിസോണും OA ഹൊറിസോണും. ഈ OI ഹൊറിസോണ് പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് ലീവ്സിൻ്റെയും ടിക്സ്, ചെറിയ ചെറിയ ചില്ലകളൊക്കെ ഉള്ള ഡീകമ്പോസിഷൻ കൊണ്ടാണ് OI ഹൊറിസോൺ ഉണ്ടാകുന്നത്. OA ഹൊറിസോൺ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല, കാരണം OI ഹൊറിസോൺ തൊട്ട് താഴെയാണ്. അതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതല്ല. ഇതിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത് ഹ്യൂമസ് കണ്ടന്റ് ആണ്. Then mineral horizon. Mineral horizons mainly include A horizon, B horizon, C horizon, R horizon. A horizon, it is found below the O layer. This layer is composed primarily of mineral particles. It is a layer in which humus and other organic materials are mixed with the mineral particles. O ലെയറിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ലെയറാണ് A ഹൊറിസോൺ എന്ന് പറയുന്നത്. ഈ ഹൊറിസോണിൽ പ്രധാനമായും കണ്ടുവരുന്നത് മിനറൽ പാർട്ടിക്കിൾസ് ആണ്. ഈ ഒരു ലെയറിൽ മിനറൽസും അതുപോലെ തന്നെ ഹ്യൂമസും ഓർഗാനിക് മെറ്റീരിയൽസും മിക്സ് ചെയ്ത് കാണപ്പെടുന്നു. It is a zone of translocation from which elevation has removed finer particles and soluble substances, both of which may be deposited at the lower layer. ഈ ഒരു ലെയറിനെ സോൺ ഓഫ് ട്രാൻസ്ലൊക്കേഷൻ എന്നും പറയാറുണ്ട്. കാരണം എലിവേഷൻ എന്ന പ്രോസസ്സ് വഴി ഈ ലെയറിൽ കാണപ്പെടുന്ന ഫൈനർ പാർട്ടിക്കിൾസും സോളബിൾ സബ്സ്റ്റൻസസും, കാരണം ഇതൊരു അപ്പർ ലെയറാണ്, അതുകൊണ്ട് തന്നെ അതിൽ കാണപ്പെടുന്ന ഫൈനൽ പാർട്ടിക്കിൾസും സോളബിൾ സബ്സ്റ്റൻസസും എലിവേഷൻ എന്ന പ്രോസസ്സ് വഴി താഴെയുള്ള ലോവർ ലെയറിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെയറിനെ സോൺ ഓഫ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. A horizon is dark in color and usually light in texture and porous. A horizon പ്രധാനമായിട്ടും ഡാർക്ക് ഷെയ്ഡിലുള്ള കളറിലായിരിക്കും കാണപ്പെടുന്നത്. ഇത് ടെക്സ്ചർ എന്ന് പറയുന്നത്, പോറോസിറ്റി എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിരിക്കും. Then B horizon, mineral soil layer which is strongly influenced by elevation. ഇലിവേഷൻ എന്ന പ്രോസസ്സ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഹൊറിസോണാണ് ബി ഹൊറിസോൺ. അതായത് എ ഹൊറിസോണിൽ നിന്ന് വരുന്ന മെറ്റീരിയൽസ് ഡിപ്പോസിറ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു ഹൊറിസോണാണ് ബി ഹൊറിസോൺ. This layer is a material elevated from the A horizon, and B horizon has a huge bulk density than A horizon due to the enrichment of clay particles. അതുകൊണ്ട് തന്നെ A horizon അപേക്ഷിച്ച് സാന്ദ്രതയും കൂടുതലാണ് ബി ഹൊറിസോൺ. അതായത് ഡെൻസിറ്റി വളരെ കൂടുതലാണ് ബി ഹൊറിസോൺ. കാരണം ഇവിടെ എ ഹൊറിസോണിൽ നിന്ന് വരുന്ന ഫൈനർ മെറ്റീരിയൽസ് ആയ ക്ലേ എല്ലാം ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ബി ഹൊറിസോണിലാണ്. അതുകൊണ്ട് ബി ഹൊറിസോൺ ആണ് കുറച്ചുകൂടെ ഡെൻസർ. ബി ഹൊറിസോൺ may be colored by oxides of iron and aluminum or by calcium carbonate elevated from the A horizon. ബി ഹൊറിസോൺ കളർ കൊടുക്കുന്നത് അയൺ ഓക്സൈഡോ അലൂമിനിയം ഓക്സൈഡോ അതല്ലെങ്കിൽ എ ഹൊറിസോണിൽ നിന്ന് ഇലിവേഷൻ വഴി വരുന്ന കാൽഷ്യം കാർബണേറ്റോ ആയിരിക്കും. The C horizon. The C horizon is composed of weathered parent material. The texture of this material can be quite variable with particles ranging in size from clay to boulders. The C horizon has not been significantly influenced by the pedogenic processes
ട്രാൻസ്ലൊക്കേഷൻ ആൻഡ് ഓർഗാനിക് മോഡിഫിക്കേഷൻ. സീ ഹൊറിസോണിൽ പ്രധാനമായി കണ്ടുവരുന്നത് വെതേർഡ് ആയിട്ടുള്ള പാരന്റ് മെറ്റീരിയൽ ആണ്. വെതേർഡ് ആയിട്ടുള്ള ബെഡ്റോക്സ് ആണ് സീ ഹൊറിസോണിൽ കണ്ടുവരുന്നത്. ഈ ഒരു സീ ഹൊറിസോണിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് വളരെയധികം വേരിയേഷൻ, അതിൽ ക്ലേയും കാണും, അതുപോലെ തന്നെ ബൗൾഡർ തുടങ്ങിയ വസ്തുക്കളും കാണപ്പെടുന്ന ഒരു ഹൊറിസോൺ ആണ് സീ ഹൊറിസോൺ എന്ന് പറയുന്നത്. ഈ സീ ഹൊറിസോണിലെ മറ്റു രണ്ട് ഹൊറിസോൺസിനെ പോലെ തന്നെ മറ്റു പ്രോസസ്സ് ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല. അതായത് മറ്റു പെഡോളജിക് പ്രോസസ്സോ അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷനോ ഓർഗാനിക് മോഡിഫിക്കേഷനോ ഒന്നും തന്നെ സീ ഹൊറിസോണിൽ വലുതായിട്ട് നടക്കുന്നില്ല. Then R horizon. This layer simply consists of unweathered bedrock. Unweathered ആയിട്ട് bedrock കാണപ്പെടുന്ന ഒരു ലെയർ ആണ് R horizon എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ലാസ്റ്റ് ലെയർ ആണ്. ഇവിടെ bedrock ആണ്. അത് ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന, യാതൊരു വിധത്തിലും വെതറിങ് കൊണ്ട് ഓൾട്ടറിങ് സംഭവിക്കാത്ത bedrock കാണപ്പെടുന്ന ലെയർ ആണ് R horizon. Soil. Upper part of soil profile above the parent material, and this includes A and B horizon, also known as true soil. Parent material മുകളിൽ കാണപ്പെടുന്ന upper part of soil profile നെയാണ് സോളും എന്ന് വിളിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് A and B horizon ആണ്. ഇതിനെ true soil എന്നും വിളിക്കാറുണ്ട്. Then regolith, the unconsolidated material overlying rocks. It includes A, B and C horizon. റോക്സിന് മുകളിലായിട്ട് കാണപ്പെടുന്ന ആർ ഹൊറിസോൺ അല്ലെങ്കിൽ അൺവെതേർഡ് ആയിട്ടുള്ള പാരന്റ് മെറ്റീരിയലിന് മുകളിലായി കാണപ്പെടുന്ന അൺകൺസോളിഡേറ്റഡ് മെറ്റീരിയൽസിനെയാണ് റെഗോലിത്ത് എന്ന് വിളിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് എ, ബി ആൻഡ് സി ഹൊറിസോൺസ് ആണ്. ഇതിനെ നമ്മൾ അപ്പർ മാന്റിൽ റോക്ക് എന്നും പറയാറുണ്ട്.